സഫരോം കി ജുഗൽബന്ദി യാത്രയുടെ ജുഗൽബന്ദിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തിയവർക്ക് പ്രത്യേകം നന്ദി. ഇക്കായിയേക്ക് സഫരോം കി ജുഗൽബന്ദി. ഈ ഭാഗത്തിൽ അനൗൺസ്മെൻറ്റ് എന്നതിൻ്റെ ഹിന്ദി വേർഡാണ് ഉദ്ഘോഷണയാണ് ടെസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ സാധാരണ കേട്ടുവരാറുള്ള ഉദ്ഘോഷണകൾ നമുക്ക് പരിചയപ്പെടാം. യാത്രിയോം കൃപയാ ധ്യാൻ ദേം, गाड़ी नंबर 1638 तिरुवनंतपुरम से मंगलूर तक जाने वाली तिरुवनंतपुरम मंगलूर एक्सप्रेस प्लेटफॉर्म नंबर 2 पर आ रही है എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രയും കൃപയാ ധ്യാൻ ദേം, യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. गाड़ी नंबर 1638 तिरुवनंतपुरम से मंगलूर तक जाने वाली तिरुवनंतपुरम मंगलूर एक्सप्रेस प्लेटफॉर्म नंबर 1 पर आ रही है. തിരുവനന്തപുരത്ത് മംഗളൂരിലേക്ക് പോകുന്ന 16348 നമ്പർ തിരുവനന്തപുരം മംഗളൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ 2 വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിയുമ്പോൾ മറ്റൊരു പരസ്യം നമുക്ക് കേൾക്കാൻ സാധിക്കും. യാത്രിയോം കൃപയാ ധ്യാൻ ദേം, യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. गाड़ी नंबर 1638 तिरुवनंतपुरम से मंगलूर तक जाने वाली तिरुवनंतपुरम मंगलूर एक्सप्रेस प्लेटफॉर्म नंबर 2 पर खड़ी है. തിരുവനന്തപുരത്ത് മംഗളൂരിലേക്ക് പോകുന്ന 16348 നമ്പർ തിരുവനന്തപുരം മംഗളൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ 2 നിൽക്കുന്നു എന്ന് നമുക്ക് കേൾക്കാം. പിന്നെയും ഇതേ ട്രെയിൻ പുറപ്പെടാറാകുമ്പോൾ വീണ്ടും നമുക്ക് കേൾക്കാം. യാത്രിയോം കൃപയാ ധ്യാൻ ദേം, യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. गाड़ी नंबर 1638 തിരുവനന്തപുരം से मंगलूर तक जाने वाली तिरुवनंतपुरम मंगलूर एक्सप्रेस प्लेटफॉर्म नंबर 2 से अभी रवाना होगी. 2 നിന്നും ഉടനെ പുറപ്പെടും എന്ന പരസ്യവും നമുക്ക് കേൾക്കാം. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് വിവിധ പരസ്യങ്ങൾ, ഇതുപോലുള്ള പരസ്യങ്ങൾ നിങ്ങളും രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ ടെസ്റ്റിൻ്റെ ആദ്യ ഭാഗങ്ങൾ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷാ പരിജ്ഞാനമാണ്. ഭാഷാ പരിജ്ഞാനത്തിന് അവിടെ തന്നിരിക്കുന്നത് കാര്യകലാപവും കൽപ്പന കർക്കിലിക്കുകയും അഭിനയ കർക്കിലിക്കുകയും ട്രെയിനകത്തുള്ള കാര്യങ്ങൾ എഴുതി അഭിനയിച്ച് കാണിക്കാനാണ്. എന്താണ് ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത്? ചായ് വാല ചായ് ബേച്ച് രഹാ ഹേ, ചായ് ബേച്ച് രഹാ ഹേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേച്ച് രഹാ ഹേ എന്ന് പറയുന്നത് താത്കാലിക വർത്തമാനകാല ക്രിയയാണ്. അപ്പോൾ താൽക്കാലിക വർത്തമാനകാല ക്രിയയിൽ ബേച്ച് രഹാ ഹേ കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ക്രിയ അർത്ഥം പറയും. ബേച്ച് രഹാ ഹേ, ദേഖ് രഹാ ഹേ, ജൽ രഹാ ഹേ, പീ രഹാ ഹേ എന്നൊക്കെയാണ് നമ്മൾ ക്രിയ എഴുതുന്നത്. അപ്പോൾ താൽക്കാലിക വർത്തമാനകാലം ക്രിയ സാമാന്യത്തിൽ തന്നെ തുടർച്ചയെ സൂചിപ്പിക്കുന്നതായിട്ടാണ് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് വീണ്ടും പറയാം. മൈം ട്രെയിൻ കെ അന്തർ ചൽ രഹാ ഹും, ഞാൻ ട്രെയിനിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. യാത്രി ചായ് പീ രഹാ ഹേ, യാത്രി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പാനി വാല പാനി ബേച്ച് രഹാ ഹേ, പാനി വാല വെള്ളം വിറ്റുകൊണ്ടിരിക്കുന്നു. ഏക് യാത്രി ഫോൺ ദേഖ് രഹാ ഹേ, ഒരു യാത്രികൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ബേച്ച് രഹാ ഹേ, ചൽ രഹാ ഹേ, പീ രഹാ ഹേ, ദേഖ് രഹാ ഹേ എന്ന ക്രിയാരൂപങ്ങൾ താത്കാലിക വർത്തമാനകാല ക്രിയാരൂപങ്ങൾ ആണ്. ഇതുപോലെ നിങ്ങൾക്കും താത്കാലിക വർത്തമാനകാല ക്രിയാരൂപങ്ങൾ നിങ്ങളും കണ്ടുപിടിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം. സംശയങ്ങൾ വിളിച്ചു ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾ വിളിച്ചു ചോദിക്കാനായിട്ട് 9400086703 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, അടുത്ത വീഡിയോയിൽ നമ്മൾ പാഠഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കിഡ്കി എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ പ്രവേശിക്കും. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.